الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم أولا وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم لعلكم تذكرون സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പരമകാരുണികനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു ദിവസം ഒരു വാഹനത്തിൽ നിന്ന് ഒരു സ്ത്രീയെ പുറത്തേക്ക് ഇറക്കി പെട്രോൾ ഒഴിച്ചുകൊണ്ട് പച്ചക്ക് കത്തിച്ചു കളഞ്ഞു. നമ്മുടെ നാട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. കത്തിച്ചത് ഭർത്താവാണ്. ആ അഗ്നികൾക്ക് ഇരയായത് അയാളുടെ ഭാര്യയാണ്. നിയമപാലകർ അവരെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ ചെയ്തതിൽ ഒരല്പം പോലും എനിക്ക് കുറ്റബോധമില്ല. എനിക്കേറെ സങ്കടം തോന്നുന്നത് എൻ്റെ പ്രിയപ്പെട്ട മകളെ കുറിച്ച് ഓർത്ത് മാത്രമാണ്.
ഈ ഒരു സാഹചര്യത്തിലേക്ക് ഒരു പുരുഷനെ, ഒരു മനുഷ്യനെ എത്തിച്ചത് എന്താണ്? ആ വാഹനത്തിൽ തൻ്റെ ഇണയോടൊപ്പം മറ്റൊരു പുരുഷനുണ്ടായിരുന്നു. അവർക്ക് താക്കീത് കൊടുത്തിരുന്നു. അവരുടേതായ കച്ചവട സ്ഥാപനത്തിൽ ചെന്ന് താക്കീത് കൊടുത്തു. അവിടുന്ന് സ്വന്തം ഭർത്താവിനെ തൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാരൻ തല്ലി. അതെല്ലാം നോക്കി നിന്നു. അവസാനം മനസ്സ് മരവിച്ച് ഈ ഒരു ക്രൂരകൃത്യം ചെയ്തത്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ വിശദീകരിച്ച ചില ആയത്തുകളുടെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തന്ന കാര്യത്തെ അംഗീകരിക്കാതിരുന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ വർത്തമാന കാലഘട്ടത്തിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ഏകദേശം 10-10:30 മണി വരെ 2 വീടുകളിലായിട്ടാണ് ഞാൻ സമയം ചെലവഴിച്ചത്. മിനിഞ്ഞാന്ന് വൈകുന്നേരം എൻ്റെ ഒരു സുഹൃത്ത് വിളിക്കുന്നു. അദ്ദേഹം വിളിച്ചത് പ്രകാരം ഒരു വീട്ടിലേക്ക് എത്തുന്നു. ആ വീട്ടിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ചില സംഭവ വികാസങ്ങൾ നടന്നിരിക്കുന്നു. തന്റെ ഇണയെ വിശ്വസിച്ചുകൊണ്ട് ആ ഇണക്കും മക്കൾക്കും വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവിനെ വഞ്ചിക്കുകയും ആ വീട്ടിലേക്ക് കയറി വന്ന ഒരു അന്യപുരുഷൻ അവനെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പെണ്ണിനെ വഞ്ചിച്ചുകൊണ്ട് അവനും ആ വീട്ടിൽ നിന്ന് പിടിക്കപ്പെടുകയാണ്. എല്ലാവിധ തെളിവുകളോടുകൂടെ. ഞാനിത് എന്തിനാണ് ഈ മിമ്പറിൽ നിന്ന് പറയുന്നത് എന്ന് ഇൻഷാ അല്ലാഹ് ഇനി വിശദീകരിക്കുന്ന ഖുർആനിക വചനങ്ങളിലൂടെ മനസ്സിലാക്കും. വ്യക്തമായ തെളിവുകളോടുകൂടെ അവരുടെ മുഴുവൻ ഇടപെടലുകളും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. അവരറിയാതെ ആ വീടിൽ ക്യാമറകൾ സ്ഥാപിച്ചത് ഭർത്താവിന്റെ അനുവാദത്തോടുകൂടെ തന്നെയാണ്. സംശയത്തിന്റെ പേരിൽ നിഷേധിക്കാൻ കഴിയുകയില്ല. അവസാനം ആ കുടുംബവും ആ ചെറുപ്പക്കാരനും പെണ്ണുമായി സംസാരിച്ച് അന്ന് രാത്രി പോന്നു. പക്ഷെ ഇന്നലെ വീണ്ടും ആകെ അതൊരു വലിയ വിഷയത്തിലേക്ക് മാറി. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് 2 കുടുംബങ്ങളും തകർന്നു പോകാതെ താൽക്കാലികമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. ഞാൻ പറയുന്നത്, ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് മാനവലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചം നൽകിയ ഒരു ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. 24-ാം അധ്യായം സൂറത്തുൻ നൂർ. ആ നൂറിൽ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ അടുത്ത കാലത്ത് ഒരാൾ ചോദിച്ചു, ഖുർആനിൽ നിന്ന് മനുഷ്യന് ഉപകരിക്കുന്ന ഒരു കാര്യം പറയാൻ പറ്റും? ഖുർആനിൽ നിന്ന് മനുഷ്യന് ഉപകരിക്കുന്ന ഒരു കാര്യം പറയാൻ പറ്റുമെന്ന്. അയൽപക്കത്തുകാരൻ പട്ടിണി കിടക്കുമ്പോൾ അവന്റെ പട്ടിണിയെ അവഗണിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവൻ ശരിയല്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു വചനം ഖുർആനിലുണ്ടോ എന്നാണ് ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് മുസ്ലിങ്ങൾ. അതിന് ഖുർആൻ പഠിക്കണം. 100 കണക്കിന് ആയത്തുകൾ. അതിലൊരായത്ത് ഇൻഷാ അല്ലാഹ് ആയത്തല്ല, ആയത്തുകളാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ നമ്മുടെ വീടിൽ ചില നിബന്ധനകൾ വെക്കണം. ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും
ഹത്താ തസ്തഗ്നിസു വതുസല്ലിമു അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും ലഅല്ലകും തദക്കറൂൻ. 27-ാം അധ്യായം, 27-ാം വചനം, 24-ാമത്തെ അധ്യായം സൂറത്തുൽ നൂറിലൂടെ അല്ലാഹു പറയും, വിശ്വാസികൾ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങളുടേതല്ലാത്ത ഒരു വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. എപ്പോഴല്ലാതെ ഹത്താ തസ്തഗ്നിസു വതുസല്ലിമു അലാ അഹ്ലിഹാ, ആ വീട്ടുകാരുടെ സമ്മതമില്ലാതെ, അവർക്ക് സലാം പറഞ്ഞിട്ടില്ലാതെ ആ വീട്ടിലേക്ക് നിങ്ങൾ കയറി പോകരുതേ എന്ന് പരിശുദ്ധ ഖുർആനിന്റെ താക്കീതാണ്. എത്ര സത്യമാണ്, ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു പറയുന്നത്, ദാലികും ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് അതാണ് ഉത്തമം, ലഅല്ലകും തദക്കറൂൻ, നിങ്ങളൊന്ന് ആലോചിക്കാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് നമ്മൾ അമിതമായി സ്വാതന്ത്ര്യം കൊടുത്താൽ ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തി അവിടെ പല ഹറാമുകൾ നടക്കും. ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ 2 വേദനകളാണ് നേരത്തെ പറഞ്ഞ വീട്ടിലെ സഹോദരിയുടെ ഭർത്താവിനുണ്ടായത്. ആ പുരുഷന്റെ അല്ലെങ്കിൽ ആ ഭർത്താവിന്റെ ആ സഹോദരന്റെ ഉറ്റ ചങ്ങാതിയാണ്, അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഉറ്റ സുഹൃത്താണ്. ആ സുഹൃത്തിന്റെ വിശ്വാസത്തെയാണ് അവർ കയ്യിലെടുത്തത്. ആ വിശ്വാസത്തെ കയ്യിലെടുത്ത് ആത്മസുഹൃത്തിനെ വഞ്ചിക്കുമ്പോ ഒന്നും അറിയാത്ത 2 ചെറിയ മക്കൾ ആ വീട്ടിലുണ്ട്, ഇതൊന്നും അറിയാത്ത ഒരു ഉമ്മ ആ വീട്ടിലുണ്ട്. അപ്പുറത്ത് ആ ചെറുപ്പക്കാരനെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പെണ്ണും 2 കുട്ടികളുമുണ്ട്, ഒരു ഉമ്മയുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അതൊന്നും ചിന്തിക്കാതെ, ആലോചിക്കാതെ, വരാനിരിക്കുന്ന റബ്ബിന്റെ ഭയാനകരമായ ശിക്ഷയെ കുറിച്ച് ആലോചിക്കാതെ, താൽക്കാലികമായ ഒരു സുഖത്തിന് വേണ്ടി അവർ തയ്യാറായപ്പോ ഇന്ന് ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും നഷ്ടപ്പെട്ട നിലയിലാണ് അവരുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു സന്മാർഗ്ഗം അല്ലാഹു കൊടുക്കട്ടെ. അവരെ തെറ്റിൽ നിന്ന് പിന്നോട്ട് വരാൻ, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് വരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തൗബയോടുകൂടെ റബ്ബിലേക്ക് മടങ്ങാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇവിടെ എന്താ ഉണ്ടായത്? തന്റെ കൂട്ടുകാരനെ വിശ്വസിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് കടക്കാനുള്ള അനുവാദം, സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് എല്ലാ സുഹൃത്ത് ബന്ധങ്ങൾക്കും, എല്ലാ ഇടപെടലുകൾക്കും കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ ഇതുപോലെ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. കഴിഞ്ഞില്ല, ഖുർആൻ കൊണ്ടും പറയുന്നുണ്ട് അതേ സൂറത്തിൽ തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു പറയാൻ, ഫഇല്ലൻ തജിദൂ ഫീഹാ ഹദാ ഫലാ തദ്ഖുലൂഹാ ഹത്താ യുദന ലക്കും, ഇനി അവിടെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ ഫലാ തദ്ഖുലൂഹാ, നിങ്ങൾ അവിടെ പ്രവേശിക്കരുത്, ഹത്താ യുദന ലക്കും, നിങ്ങൾക്ക് അനുവാദം കിട്ടുന്നത് വരെ. ഒരു വീടിന്റെ ഫ്രണ്ടിൽ ചെന്നു, ഒരു മറുപടി ഇല്ല, എന്നാ പിന്നെ വീടിന്റെ പുറകുവശത്തു കൂടെ പോയി അങ്ങനെ നിരന്തരമായി വട്ടം ചുറ്റേണ്ട ആവശ്യമില്ല. ഫലാ തദ്ഖുലുഹ, അവിടെ പ്രവേശിക്കണ്ട, ഹത്താ യുദന ലക്കും, നിനക്ക് അനുവാദം കിട്ടുന്നത് വരെ. അനുവാദം കിട്ടിയിട്ടില്ലേ, പോരണം അവിടുന്ന്. ഇനി ഖുർആൻ വീണ്ടും പറയണേ, വഇൻ ഖീല ലക്കും ഉർജിഉ ഫർജിഉ, ഇനി അഥവാ അവിടെ സ്ത്രീകൾ മാത്രം ഒരു വീടാന്ന് കരുതിക്കും, അവര് പറയണേ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ ഫർജിഉ, നിങ്ങൾ മടങ്ങണം, ഹുവ അസ്കാ ലക്കും, അതാണ് നിങ്ങൾക്ക് നല്ലത്. എത്ര കൃത്യമായിട്ടാ ഖുർആൻ പറഞ്ഞത്. അപ്പൊ നേരത്തെ ചോദിച്ച ആളില്ലേ, ഖുർആൻ എന്ന് ഒരായത്ത് കിട്ടുമെന്ന് കൊടുത്തോളി. 24-ാം അധ്യായം സൂറത്തുൻ നൂർ പരിശോധിച്ച് നോക്കിയാൽ ഒന്നല്ല അതിനേക്കാൾ അപ്പുറം ഖുർആനിന്റെ ആയത്തെടുത്തുകൊണ്ട് ഒരു സമുദായത്തിന്റെ ഏറ്റവും നല്ല സ്വഭാവത്തെ കുറിച്ച്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഏറ്റവും നല്ല സ്വഭാവത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് അത്തരത്തിലുള്ള മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഒരു മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക്, അവന്റെ കുടുംബ ജീവിതത്തിലേക്ക്, അവന്റെ മറ്റു ജീവിതത്തിന്റെ മേഖലകളിലേക്ക് ഒരു മനുഷ്യന് കടന്നു ചെല്ലാനുള്ള അർഹതയില്ല
എന്ന് ഖുർആൻ പറയാൻ. നമുക്ക് തന്നെ ഇഷ്ടം പോലെ നോക്കാണ്ടല്ലോ നമ്മുടെ ജീവിതത്തെ കുറിച്ച്. പിന്നെന്തിനാ മറ്റുള്ളവരുടെ കുടുംബത്തിലേക്കും വീടുകളിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും കടന്നു ചെല്ലുന്നത്? അത് പൂർണ്ണമായി നിഷേധിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. വീണ്ടും ഖുർആൻ പറയാൻ, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തദ്ഖുലൂ ബുയൂതൻ ഗൈറ മസ്കൂനത്തിൻ ഫീഹാ മതാഉൻ ലക്കും വല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തക്തുമൂൻ. ആൾതാമസമില്ലാത്ത ഒരു പാർപ്പിട, അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുവാദമുണ്ട് അങ്ങോട്ട് കടക്കാൻ. എന്നിട്ട് ആയത്തിന്റെ അവസാനം പറയണത് വല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തക്തുമൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതും രഹസ്യമാക്കി വെക്കുന്നതും അല്ലാഹു അറിയുന്നതാണ്. ഇത്രമേൽ സുരക്ഷിതത്വം നൽകിയ ഒരു മതം, നമ്മുടെ കുടുംബ ബന്ധം കെട്ടുറപ്പോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഉപദേശങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. പ്രിയമുള്ളവരെ, ഇത് അംഗീകരിച്ചാൽ, ഇത് ഉൾക്കൊണ്ടാൽ, ഇതനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം വളരെ സുഖകരമാണ്, സന്തോഷമാണ്, ആനന്ദകരമാണ്. മക്കളുടെ മുന്നിൽ ഒരു പിതാവിനെയും പിടിക്കപ്പെടുകയില്ല, മക്കളുടെ മുന്നിൽ ഒരു മാതാവിനെയും പിടിക്കപ്പെടുകയില്ല. മരണം വരെ അവർക്ക് നല്ലവരായി, അവർക്ക് മുന്നിൽ അവർക്ക് റോൾ മോഡലായി, നല്ല പിതാവായി, നല്ല മാതാവായി കഴിയാൻ തീർച്ചയായും കഴിയും, ഈ വസ്തുതകൾ അംഗീകരിച്ചാൽ. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതാ പറഞ്ഞത്. ഉമ്മമാരോട് ഇനി ഖുർആൻ പറയാൻ, സഹോദരങ്ങളോട് ഖുർആൻ പറഞ്ഞു. ഈ ആയത്ത് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഈ സൂറത്ത് നിങ്ങളൊന്ന് പഠിക്കണം. ആവർത്തിക്കുന്നു. 24-ാം അധ്യായം സൂറത്തു നൂർ ഒന്ന് പഠിച്ചാൽ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്ന പലതും നമുക്ക് പഠിക്കാം. കുല്ലിൽ മുഅ്മിനീന, നബിയെ പറയണം മുഅ്മിനീങ്ങളോട്, യഖുല്ലു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറുജഹും, കണ്ണുകളെ താഴ്ത്തണം, ഗുഹ്യാവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. അത് സൂക്ഷിക്കാത്തത് കൊണ്ടാണ് അപകടമുണ്ടായത്. ഇത് നമ്മുടെ വീട്ടിലുണ്ടാകും, മക്കളിലുണ്ടാകും, നമ്മൾ വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന പെണ്ണിലുണ്ടാകും, നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആണിലുണ്ടാകും. പിന്നീട് ഒരിക്കലും മനസ്സനുവദിച്ചു കൊള്ളണമെന്നില്ല ഒന്നിച്ച് ജീവിക്കാൻ. ഇന്നലെ ഇത് സംഭവിച്ച ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ അവന്റെ ഇണയുമായി സംസാരിച്ചപ്പോ പെണ്ണ് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇനി വയ്യ. 1, 2, 3 തവണ ആവർത്തിച്ച് ക്ഷമിച്ച് ഈ തെറ്റുകളിൽ പുറത്ത് അവരോടൊത്ത് ജീവിച്ച പെണ്ണാണ് ഞാൻ. ഇനി എനിക്ക് വയ്യ. എന്റെ 2 മക്കളെ പോറ്റാനുള്ള ആരോഗ്യം എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്, എന്റെ കുടുംബം എന്നോടൊപ്പമുണ്ട്. അതുകൊണ്ട് ആ രൂപത്തിൽ ജീവിക്കാൻ ഞാൻ തീരുമാനമെടുക്കുകയാണ് എന്ന് പറയുന്ന ഒരു പെണ്ണിനോട് മറുപടി പറയാൻ എന്തുണ്ട് പ്രിയമുള്ളവരെ? നമ്മൾ ആലോചിക്കണം. പക്ഷേ റബ്ബിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ദീന് പറയുന്ന ചില മറുപടികളുണ്ട്, അള്ളാഹുവിന്റെ ചില നിർദ്ദേശങ്ങളുണ്ട്, ഹബീബായ റസൂലിന്റെ ചില ഉപദേശങ്ങളുണ്ട്. അത് വെച്ചുകൊണ്ട് ആ പെണ്ണിനോട് സംസാരിച്ച് അതവരെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് തൽക്കാലം അവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് ഇന്നലെ രാത്രി ചെയ്തത്. ഇത് വലിയ ആപത്താണ്. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ സംഭവിക്കുമ്പോഴേ അതിന്റെ വേദന അറിയുള്ളൂ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിദേശത്തുള്ള ആ മനുഷ്യൻ പറയുന്നത്, ഒന്ന് ഓടി വരാൻ പറ്റാത്ത സാഹചര്യത്തില് ഞാൻ എന്റെ മുതലാളികളെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ട്, അതെനിക്ക് വീട്ടണം. അത് പകുതിയെങ്കിലും കൊടുത്തെങ്കിൽ ഇവിടുത്തെ വരാമായിരുന്നു. ഞാൻ എന്ത് ചെയ്യും? അല്ലാത്ത സങ്കടം. ഈ വിഷയങ്ങൾക്ക് കൃത്യമായ ബോധത്തോടുകൂടെ ഇത് പഠിച്ചിരുന്നെങ്കിൽ, റബ്ബിന്റെ കോടതിയിലെ ശിക്ഷയെ കുറിച്ച് പേടിച്ചിരുന്നെങ്കിൽ ഒരിക്കലും മനസ്സനുവദിക്കുകയില്ലായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടവരാണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവരാണെങ്കിൽ ഒരു പെണ്ണിന്റെ പിന്നാലെ പോകാൻ മനസ്സനുവദിക്കില്ലായിരുന്നു. തന്റെ ഇണയെ, ഉമ്മയെ, മക്കളെ ഓർത്തിരുന്നാൽ അത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിനെ തടഞ്ഞു നിർത്തുമായിരുന്നു.
പക്ഷേ പൈശാചികമായ ഇടപെടലുകൾ. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞു, ഒരു ആണും പെണ്ണും തനിച്ചായാൽ മൂന്നാമതൊരാള് സാക്ഷിയായി കൂടെയുണ്ട്. അത് പിശാചാണ്. ആ പിശാച് ആ ആണിനെയും പെണ്ണിനെയും നമ്മളൊന്നും ചിന്തിക്കാത്ത തരത്തിലേക്ക്, മഹാ തെറ്റിലേക്ക് എത്തിക്കുമെന്ന് കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞു. അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞ ഒരു പെണ്ണിനെ പച്ചക്ക് കൊല്ലാൻ ഒരു ആണിനെ പ്രേരിപ്പിച്ചത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ചെയ്തത് തെറ്റാണ്, ആ കൊന്നത് തെറ്റാണ്. അതിനെ ന്യായീകരിക്കാൻ കഴിയുകയില്ല. പക്ഷേ കൊന്നുകളയാൻ മാത്രം ഒരു ചിന്തയിലേക്ക് ഒരു മനുഷ്യന്റെ മനസ്സിനെ പാകപ്പെടുത്തിയത്, തന്നെ മാത്രം തന്നോട് കൂടെ വർഷങ്ങളോളം ജീവിച്ച ഒരു പെണ്ണ് മറ്റൊരുത്തന്റെ കൂടെ ജീവിക്കുന്നത്, മറ്റൊരുത്തന്റെ കൂടെ ഇടപെടുന്നത്, മറ്റൊരുത്തന്റെ കൂടെ വർത്തമാനം പറഞ്ഞ് സമയം ചിലവഴിക്കുന്നത് കാണുമ്പോ അത് പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ അനാഥകളായി തീരും. എന്നിലൊരു തെറ്റു വന്നാൽ പറയുന്നത് എന്താ അറിയോ? എന്റെ ബാപ്പയുടെ പേര് വെച്ചുകൊണ്ടാവും പറയാ. അങ്ങനെയാണ് പറയാ. എന്റെ ബാപ്പാന്റെ പേര് വെച്ചുകൊണ്ട് ഇന്നാൽ ഇന്ന ആളുടെ മകനെ പിടിക്കപ്പെട്ടു എന്ന് പറയാ. അവിടെ അപമാനം കൊണ്ട് പ്രയാസപ്പെടുന്നത് ബാപ്പയാണ്, ഉമ്മയാണ്, സഹോദരങ്ങളാണ്, കുടുംബമാണ്. എത്ര വലിയ പേരുകെട്ട തറവാടാണെങ്കിലും ശരി, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പുറത്തു വന്നാൽ തകർന്ന് തരിപ്പണമായി പോകും തറവാടുകളെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ റസൂൽ അതാ പറയുന്നത്. ഇനി വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വഖുല്ലിൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളോട് നബിയെ പറയണം, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന, കണ്ണിനെ താഴ്ത്തണേ, ഗുഹ്യാവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ, അനുവാദം തന്ന ഭാഗമല്ലാതെ മറ്റൊന്നും നിങ്ങൾ വെളിവാക്കരുതേ എന്ന് ഖുർആൻ പറഞ്ഞത് അപകടത്തിലേക്ക് പെടാതിരിക്കാൻ വേണ്ടി. പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളോട് നിങ്ങളുടെ അവയവം മറക്കാൻ പറഞ്ഞത് നിങ്ങൾ അപകടത്തിൽ പെടാതിരിക്കാനാണ്. നിങ്ങളുടെ ശരീരത്തിലേക്ക് ആർത്തിയോടുകൂടെ നോട്ടം വരാതിരിക്കാനാണ്. നിങ്ങളുടെ ശരീരത്തെ തെറ്റായ മോഹത്തോടുകൂടെ തെറ്റായ ചിന്ത മറ്റുള്ളവരിലേക്ക് വരാതിരിക്കാനാണ്. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, ചെറുപ്പക്കാരികളെ, നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ദുനിയാവിലും ആഖിറത്തിലും വിജയത്തിന് വേണ്ടി ഈ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ മനസ്സിലേക്ക് കൊണ്ടുവരണേ. വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ. കഴിഞ്ഞില്ല, വൽയദ്രിബ്ന ബിഖുംറിഹിന്ന അലാ ജയൂബിഹിന്ന. പെണ്ണേ, ഉമ്മ, സഹോദരി, നിന്റെ മഫ്തകൾ അതും മാരണത്തിന്റെ താഴേക്ക് താഴ്ത്തിയിടണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ മഫ്തകളെ കഴുത്തിലൂടെ പിരടിയിലൂടെ കെട്ടിയിടാനല്ല പറഞ്ഞത്. അതല്ല ഇസ്ലാമിന്റെ രീതി, അതല്ല ഇസ്ലാമിന്റെ സംസ്കാരം. നിങ്ങളുടെ തലമറക്കുന്ന മക്കളെയുണ്ടല്ലോ, അത് മാരണത്തിന്റെ താഴേക്ക് വരണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. വൽയദ്രിബ്ന ബിഖുംറിഹിന്ന അലാ ജയൂബിഹിന്ന. അതിനെതിരായി മഫ്ത ധരിച്ചാൽ അത് ഹറാമ തന്നെയാണ്, അത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് റബ്ബിനെ ഭയപ്പെടുന്നവർ, പരലോകത്തെ ഭയപ്പെടുന്നവർ ഈ രൂപത്തിലാണ് മഫ്ത ധരിക്കേണ്ടത്. എന്റെ വാക്കുകളല്ല, ഖുർആനിന്റെ വാക്കാണ്. ഇത് പറഞ്ഞു കൊടുക്കാൻ, ചെലവിന് കൊടുക്കുന്ന, അന്നം കൊടുക്കുന്ന, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന, പാർപ്പിടം ഉണ്ടാക്കി കൊടുത്ത, ഭൗതിക തലത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്ന പിതാക്കന്മാർക്ക് ബാധ്യതയുണ്ട്. അതവരുടെ കടമയാണ്. ഭർത്താക്കന്മാർക്ക് കടമയുണ്ട്. തന്റെ ഇണയുടെ ശരീരം അത് തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന ചിന്തയിൽ അത് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ് നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ കടന്നു വന്നത്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിക്കോളൂ, ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് വലിയ വലിയ തെറ്റുകൾ സംഭവിക്കുന്നത്. ചെറിയ മെസ്സേജുകൾ, ചെറിയ വർത്തമാനങ്ങൾ, അതുണ്ടായാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിനോട് ആ വിഷയത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്നാണ് പ്രിയമുള്ളവരെ ആ വിഷയത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. സർവശക്തനായ സംരക്ഷണത്തിന് വേണ്ടി, റബ്ബിന്റെ കാരുണ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസിക സാനിയ ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ചെറിയ തെറ്റുകളെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു തെറ്റാണ് ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കൽ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, എന്റെ സമുദായത്തിലെ സ്ത്രീകൾക്ക് സ്വർണവും പട്ടും അനുവദിക്കപ്പെടുകയും ആൺവർഗത്തിന് അവ നിഷിദ്ധമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു സ്വർണത്തിന്റെ മോതിരം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൊരു കാര്യമുണ്ട്. അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ ഖാതമൻ മിൻ ദഹബിൻ ഫീ യദി റജുലിൻ ഫനസഅഹു ഫതറഹഹു വഖാല يعمد أحدكم إلى جمرة من نار فيجعلها في يده. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരാളുടെ വിരലിൽ സ്വർണ്ണ മോതിരം അണിഞ്ഞതായി നബി കണ്ടു. അവിടുന്ന് അത് ഊരിയെടുത്ത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും തീക്കനൽ തന്റെ കയ്യിൽ വെക്കാൻ ഇഷ്ടപ്പെടുമോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യം, മുസ്ലിമായ ഒരു പുരുഷന് ഹറാമാണെന്ന് പറഞ്ഞാൽ അത് ഹറാമായിരിക്കണം. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. പെണ്ണിനത് ഹലാലാണ്, ആണിനത് ഹറാമാണ്. അത് ഇസ്ലാമിന്റെ ഹുക്കുമാണ്. ആ ഹുക്കും അംഗീകരിക്കുന്നിടത്താണ് ഒരു മുസ്ലിം പൂർണ്ണമാകുന്നത്. അങ്ങനെ അംഗീകരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ നമ്മൾ വിചാരിക്കും വലിയ ആൾക്കാരല്ലേ ചെറിയ കുട്ടികൾക്ക് ധരിപ്പിക്കാലൊന്ന്. അങ്ങനെ ഉണ്ടല്ലോ, പ്രസവിച്ചത് ആൺകുട്ടിയാണെങ്കിൽ, ഒരു ഉമ്മ പ്രസവിച്ചത് ആൺകുട്ടിയാണെങ്കിൽ ഉമ്മാന്റെ വീട്ടുകാരും ഉപ്പാന്റെ വീട്ടുകാരും ചർച്ചയിലാണ്, അല്ലെങ്കിൽ ചിന്തയിലാണ്. നമുക്ക് കൈചെയിന് കൊടുക്കാം, നമുക്ക് പാദസരം, ആൺകുട്ടികൾ ധരിക്കുന്ന ഒരു തണ്ടുണ്ട്, മോതിരമുണ്ട്, മാലയുണ്ട്. എന്നിട്ട് എല്ലാവിധ ആഭരണങ്ങളും അണിയിപ്പിച്ചു കൊടുക്കും ആ ചോരപ്പൈതൽ. ഇവിടെ ഹറാമ് ചെയ്യിപ്പിക്കുന്നത് ആരാ? ശരിക്കും മനസ്സിലാക്കുക, ആരാ ഇത് ചെയ്യുന്നത്? ഇനി വേറെയും ഹറാമുകളോടെ കടന്നു വരും. ഇനി പണം ഇല്ലാത്തൊരു സമയത്താണ് ഒരു കുടുംബത്തിൽ ഒരു പെണ്ണ് പ്രസവിച്ചതെങ്കിലോ ആ കുടുംബത്തിലുള്ളവർക്ക് അതൊരു ഭാരമാകും. നേരത്തെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ടാവും, അതുകൊണ്ട് തിരിച്ചങ്ങോട്ട് കൊടുക്കണമല്ലോ. അപ്പൊ കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും? പണം കണ്ടെത്താനുള്ള വഴി കണ്ടെത്തും. അത് ചിലപ്പോ ബാങ്ക് വഴിയാകാം, പലിശക്ക് പണം എടുത്തിട്ടാകാം. അപ്പൊ ഒരു വലിയ പാപത്തിൽ നിന്ന് മറ്റൊരു പാപം ചെയ്ത് ഒരു കുട്ടിയെ ഒരു ഹറാമിലേക്ക് എത്തിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സംഭവിക്കാറില്ലേ നമ്മുടെ കുടുംബത്തിൽ? നമ്മൾ അവിടെ ആരെ ഭയപ്പെടാറ്? സമൂഹത്തെ ഭയപ്പെടാറ്, കുടുംബത്തെ ഭയപ്പെടാറ്. എന്താ കൊടുന്നതെന്ന് ചോദിച്ചാൽ ഒന്നും കൊടുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ ആപത്തല്ലേ എന്നാണ്. അതൊക്കെ കല്യാണത്തിന്റെ അന്ന് അവസാനിക്കണം. കല്യാണത്തിന്റെ അന്ന് പറയണം, ഒരു മാമൂലുകൾ ഉണ്ടാവൂല. പ്രസവിക്കാൻ സമയത്ത് പ്രസവത്തിന്റെ മുമ്പ് വേറൊരു പരിപാടി ഉണ്ടല്ലോ, പള്ളാടല് അല്ലെ, അങ്ങനത്തെ ഏർപ്പാടുകൾ, പലഹാരം കൊണ്ടുപോകല്, അങ്ങോട്ടുണ്ടല്ലോ ഇങ്ങോട്ടുണ്ടല്ലോ, ഒരു പരിപാടി ഇല്ല തീരെ. പ്രസവിക്കാൻ സമയത്ത് എവിടുക്കാ കൊണ്ടുണ്ട്? ആശുപത്രി കൊണ്ടുപോകാം. അത് നല്ല നിലയിലാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു റസൂൽ കുറെ സുന്നത്ത് പഠിപ്പിച്ചിട്ടുണ്ട്.
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് മധുരം കൊടുക്കണം, നല്ല പേര് വിളിക്കണം, 7-ന്റെ അന്ന് അറുത്തു കൊടുക്കണം എന്നൊക്കെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. ഇതൊന്നും ഒരു ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ സ്വർണ്ണം ഉണ്ടാക്കാനുള്ള പ്രവർത്തനത്തിലാകും, ഹറാമ് ചെയ്യാനും ചെയ്യിപ്പിക്കാനും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈ വിഷയമൊക്കെ ശ്രദ്ധിക്കണം, നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അത് സമൂഹത്തെ, കുടുംബത്തെ, വീട്ടിലുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഒരു ഹറാമിലേക്ക് ഒരു ചോര പൈതലിനെ അല്ലെങ്കിൽ ഒരു ഹറാമിന്റെ മുതൽ ധരിപ്പിക്കരുത്. പെണ്ണുകുട്ടികൾക്ക് അത് അനുവദനീയമാണ്, ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളി, പ്രശ്നമല്ല. അതും ഇതേപോലെ ബാങ്കിൽ നിന്നെടുത്ത് പലിശക്കെടുത്ത് ഹറാമിന്റെ വഴിയിലൂടെ സമ്പാദിച്ചത് കൊണ്ട് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കരുത്, അത് തെറ്റാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ഇനിയും ധാരാളം കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എത്ര വിശദമായിട്ടാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതാണ് നേരത്തെ പറഞ്ഞ ആൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. നേരത്തെ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒന്ന് കാണിച്ചിരുന്നു, ഒന്നല്ല ആയിരക്കണക്കിന്, അല്ല 10,000-കണക്കിന് ദീനിന്റെ ഉപദേശങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാണ്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ. അത് പറയാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, റബ്ബിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ പള്ളിയും സംവിധാനങ്ങളൊക്കെ നല്ല വിശാലമായിട്ട് നടന്നു പോകുന്നുണ്ട്. ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ വേദന എത്ര ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത്, അതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോ മനസ്സിലാവുന്നുണ്ടോ? ഒരു പള്ളിയും മദ്രസയൊക്കെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. പക്ഷെ അതൊക്കെ നടന്നു പോകുന്ന നല്ലവരായ ഒരുപാട് ആളുകളുടെ അവരുടെ കൈ നീളുമ്പോഴാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ ദീന പഠിക്കാൻ, ആരാധന ചെയ്യാൻ, ദീന പഠിപ്പിക്കാൻ അതൊരു സ്ഥാപനം, ഒരു പള്ളിയും ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളൊക്കെ സഹായമാണ്. അതുണ്ടാവുള്ളൂ നാളെ പരലോകത്തേക്ക്. അതുകൊണ്ട് പരലോകത്തേക്കുള്ള ഒരു ജാരിയായ സദഖയായി സമ്പാദിക്കാനുള്ള അവസരമുണ്ട്. നമ്മുടെ ഈ പള്ളിയുടെ അതിന്റെ പ്രവർത്തനത്തിനും അതിന്റെ മുന്നോട്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടി നിങ്ങളാൽ കഴിയുന്ന രൂപത്തിലൊക്കെ സഹായിക്കണം. പല തുള്ളികൾ പെരുവെള്ളമായി ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. ഉള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ സഹായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വരുന്ന വഴിക്ക് ഇപ്പോ ഒരു സഹോദരി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു സഹോദരിയുടെ കാല് മുറിച്ചു കളയണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ആ ഒരു വിഷമത്തിലാണ് ഞങ്ങളുള്ളത്, ദുആ ചെയ്യണമെന്ന്. ഷുഗർ കൂടി അത് നിയന്ത്രിക്കാൻ പറ്റാതെയായി, പഴുപ്പ് വർദ്ധിച്ച് ഇപ്പോ മുറിച്ചു കളയേണ്ടുന്നൊരവസ്ഥയിലാണ്. അല്ലാഹുവിനോടുള്ള പ്രാർത്ഥന, അതിന് വലിയ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ പ്രയാസങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, നിങ്ങൾ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ ചെറിയ തെറ്റുകളിൽ നിന്നും വലിയ പാപങ്ങൾ ഞങ്ങൾ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഏറ്റവും മോശമായ എല്ലാവിധ തെറ്റുകളിൽ നിന്നും, കുടുംബം തകരുന്ന, മനസ്സ് തകരുന്ന, സമ്പത്ത് തകരുന്ന എല്ലാവിധ തെറ്റുകളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല വിഷയങ്ങളിൽ പ്രയാസപ്പെടുന്ന മനുഷ്യരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, പട്ടിണി കിടന്നുകൊണ്ട് വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ, അഭയ കേന്ദ്രങ്ങളായ മേൽക്കൂരകൾക്ക് താഴെ കിടന്നുറങ്ങുന്നവരെ, അല്ലെങ്കിൽ വേദനയോടുകൂടെ ജീവിക്കുന്നവരുടെ മേലേക്ക് അക്രമം പ്രവർത്തിച്ച് കൊന്നുകളഞ്ഞ അക്രമകാരികളിൽ നിന്ന് ആ സമൂഹത്തെ നീ സംരക്ഷിക്കണേ റഹ്മാനെ, സംരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആ നാട്ടിലെ ജനങ്ങൾക്ക് നീ സംരക്ഷണം നൽകണം റഹ്മാനെ, നിർഭയത്വം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നിന്നെ ആരാധിക്കപ്പെടുന്ന ആരാധനാലയങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, എന്ത് അവകാശവുമായി വന്നാലും റബ്ബേ, നിന്നെ ആരാധിക്കുന്ന, നിന്റെ ആരാധനകളെ സംരക്ഷിക്കാനുള്ള കഴിവും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.